പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മൾ ആറ്റോമിക് സ്ട്രക്ചർ എന്ന ചാപ്റ്ററാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഹെയ്സൻബർഗ്സ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളും ഡി ബ്രോഗ്ലീസ് കൺസെപ്റ്റും ഡിസ്കസ് ചെയ്തു. അതിന് കാരണം ബോർ ആറ്റം മോഡലുള്ള ലിമിറ്റേഷൻസ് ആയിരുന്നു. നമ്മൾ ബോർ ആറ്റം മോഡലിൽ എന്തൊക്കെ ലിമിറ്റേഷൻസ് ഉണ്ട് എന്നാണ് മനസ്സിലാക്കിയത്. പ്രധാനമായ ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ബോറിന് മൾട്ടി ഇലക്ട്രോണിൻ്റെ സ്പെക്ട്രം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അല്ലേ? ഹൈഡ്രൻ്റെ സ്പെക്ട്രം വളരെ നന്നായി എക്സ്പ്ലെയിൻ ചെയ്തു, പക്ഷേ മൾട്ടി ഇലക്ട്രോൺ സ്പീഷീസിൻ്റെ സ്പെക്ട്രം എക്സ്പ്ലെയിൻ ചെയ്യാൻ ബോറിന് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. വലിയ ലിമിറ്റേഷൻ ആയിരുന്നു. അതുപോലെ നിങ്ങൾ ഓർമ്മിക്കുണ്ടാവും, സ്റ്റാർക്ക് എഫക്റ്റ്, സീമാൻ എഫക്റ്റ് ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അതുപോലെ നമുക്ക് ഹെയ്സൻബർഗ്സ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളും ഡി ബ്രോഗ്ലീസ് കൺസെപ്റ്റും ഒന്നും നമ്മുടെ ബോർ ആറ്റം മോഡലിൽ അപ്ലൈ ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ബോറിൻ്റെ അഭിപ്രായ പ്രകാരം നമ്മൾ മനസ്സിലാക്കി ഇലക്ട്രോണുകളെ കൃത്യമായ സ്ഥലത്ത് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും എന്നാണ് ബോർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലേ? അദ്ദേഹം പറഞ്ഞു 52.9 പൈക്കോമീറ്ററിൽ ആ റേഡിയസിൽ ഇലക്ട്രോണിനെ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. എന്താ കാരണം എന്താ ഓർമ്മ ഉണ്ടാവും നിങ്ങൾക്ക്? ബോറ് പാർട്ടിക്കിൾ നേച്ചറിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബോറിൻ്റെ ആറ്റം മോഡലിന് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ ആ ബോറിൻ്റെ ആറ്റം മോഡൽ ക്വാണ്ടം മെക്കാനിക്കൽ മോഡലാക്കാൻ വേണ്ടി നമ്മൾ 2 കൺസെപ്റ്റുകൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. ഹെയ്സൻബർഗ്സ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളും അതുപോലെ തന്നെ ഡി ബ്രോഗ്ലീസ് കൺസെപ്റ്റും. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ ചാപ്റ്ററിൽ ആറ്റത്തിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ എന്ന് പറയുന്ന ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ ഓഫ് ആറ്റത്തിനെ പറ്റിയിട്ടാണ്. സോ നമുക്ക് ഡിസ്കസ് ചെയ്യാം ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ ഓഫ് ആറ്റം. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ ഓഫ് ആറ്റത്തിൻ്റെ ഒരു ഫിഗറാണ് അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ഒരു നല്ല ഭംഗിയുള്ള ഒരു ആറ്റം മോഡൽ കാണുന്നു അല്ലേ? അപ്പോൾ ഇത് എങ്ങനെയാണ്, എന്താണ് ഇത് ഉദ്ദേശിക്കുന്നത് എന്നാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് ഈ ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ ഓഫ് ആറ്റം? അപ്പോൾ നോക്കൂ, ഈ ക്വാണ്ടം മെക്കാനിക്സ് എന്താണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അതിന് മുന്നേ ക്ലാസിക്കൽ മെക്കാനിക്സ് ഫിസിക്സിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും. ക്ലാസിക്കൽ മെക്കാനിക്സ് ഉണ്ട്, ക്വാണ്ടം മെക്കാനിക്സ് ഉണ്ട്. എന്താ ഈ ക്ലാസിക്കൽ മെക്കാനിക്സ് എന്ന് പറഞ്ഞാൽ? നിങ്ങൾ ന്യൂട്ടൺസ് ലോസ് പഠിച്ചിട്ടുണ്ട് അല്ലേ? ഈ ന്യൂട്ടൺ ലോ എന്ന് പറയുമ്പോൾ നമ്മളെ മനസ്സിൽ ആദ്യം വരെ ന്യൂട്ടൻ്റെ തലയിൽ ആപ്പിൾ വീണതാണ്. ആ ആപ്പിളിൻ്റെ പാത്ത് കൃത്യമായി നമുക്ക് അറിയാം, നമ്മൾ കാണുന്നുണ്ട്. നമുക്കത് മനസ്സിലാക്കാൻ എളുപ്പമാണ്. ബിക്കോസ് ഈ ക്ലാസിക്കൽ മെക്കാനിക്സ് ഒക്കെ തന്നെ പാർട്ടിക്കിൾ നേച്ചറിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത്. അതുകൊണ്ട് തന്നെ നമുക്കത് മനസ്സിലാക്കാനൊക്കെ വളരെ എളുപ്പമാണ്. പക്ഷേ ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറഞ്ഞാൽ പാർട്ടിക്കിൾ നേച്ചറിനോടൊപ്പം തന്നെ വേവ് നേച്ചറിനു കൂടി ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ശാസ്ത്രശാഖയാണ് നമ്മളുടെ ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറയുന്നത്. സോ ക്വാണ്ടം മെക്കാനിക്സ് ഈസ് എ തിയററ്റിക്കൽ സയൻസ് വിച്ച് ഗീവ് equal importance to this wave nature and particle nature. It is more applicable to microscopic particle. Classical mechanics macroscopic particle ആണ് കൂടുതൽ ആപ്ലിക്കേഷൻ വരുന്നത്. പക്ഷേ മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിളിലാണ് ക്വാണ്ടം മെക്കാനിക്സ് കൂടുതൽ ആപ്ലിക്കേഷൻ ഉള്ളത്. കാരണം നമ്മൾ മാക്രോസ്കോപ്പിക് ഓബ്ജക്റ്റിൽ വേവിൻ്റെ പ്രോപ്പർട്ടി ഉണ്ടെങ്കിലും അത് നെഗ്ലിജിബിൾ ആണ്. പക്ഷേ മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിൾ നമ്മൾ മനസ്സിലാക്കി വേവിൻ്റെ പ്രോപ്പർട്ടിയും പാർട്ടിക്കിളിൻ്റെ പ്രോപ്പർട്ടിക്കും ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ്. അപ്പോൾ ഇങ്ങനെ വേവിൻ്റെ പ്രോപ്പർട്ടിയും പാർട്ടിക്കിളിൻ്റെ പ്രോപ്പർട്ടിയും ഉള്ള അതിന് രണ്ടിനും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ശാസ്ത്രമാണ് നമ്മുടെ ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ കാര്യം മനസ്സിലായിട്ടുണ്ടായിരിക്കും, നമ്മൾ ക്വാണ്ടം മെക്കാനിസത്തിൽ പഠിക്കുന്നത് മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിളിൻ്റെ വേവിൻ്റെയും പാർട്ടിക്കിളിൻ്റെയും പ്രോപ്പർട്ടീസിനെ പറ്റിയിട്ടാണ്. ഇത്രയും മനസ്സിലായിട്ടുണ്ടായിരിക്കും. പിന്നെ ആദ്യം ഞാൻ പറയാം, ഈ ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറഞ്ഞത് കുറച്ച് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു ഭാഗമാണ്. അപ്പോൾ നന്നായി ശ്രദ്ധിച്ച് കേൾക്കാം. ഓക്കെ, അതിൽ ഈ ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ ഓഫ് ആറ്റത്തിന് ആദ്യമായി അത് ഇൻട്രൊഡ്യൂസ് ചെയ്ത 2 സയൻറ്റിസ്റ്റുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒന്ന് നമ്മളുടെ ഹെയ്സൻബർഗ് ആണ്, രണ്ടാമത്തെ ആള് എർവിൻ ഷ്രോഡിംഗർ ആണ്. 1926 ഹെയ്സൻബർഗും ഷ്രോഡിംഗറും ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ ഓഫ് ആറ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തത്.
അതിൽ 1933 ഇവർക്ക് ഫിസിക്സിൽ നോബൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്താണ് ക്വാണ്ടം മെക്കാനിക്സിൽ ഇവരുടെ കോൺട്രിബ്യൂഷൻസ് എന്താണ് എന്നാണ് നമുക്കിന്ന് ഡിസ്കസ് ചെയ്യേണ്ടത്. അപ്പോൾ അതിലാദ്യം ഷ്രോഡിംഗർ ഇക്വേഷനാണ് നമ്മൾ പരിചയപ്പെടുന്നത്. എന്താണ് ഷ്രോഡിംഗർ ഇലക്ട്രോണിനെ പറ്റി പറയുന്നത് എന്നുള്ളതാണ്. അദ്ദേഹം ഒരു മാത്തമാറ്റിക്കൽ എക്സ്പ്രഷനിലൂടെയാണ് ഒരു ആറ്റത്തിൻ്റെ ഉള്ളിലെ ഇലക്ട്രോണിനെ പറ്റി അദ്ദേഹം പറയുന്നത്. അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്ത ഇക്വേഷനാണ് എച്ച് ക്യാപ് സൈ ഇസ് ഈക്വൽ ടു ഇ സൈ എന്നുള്ള ഒരു ഇക്വേഷൻ. നമ്മളിവിടെ എച്ച് ക്യാപ് എന്ന് പറഞ്ഞാൽ ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്ററാണ്. നിങ്ങൾക്ക് ഓപ്പറേറ്റർ ഇപ്പോൾ ഡെറിവേറ്റീവ്സ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവില്ല. d/dx ഓഫ് വളരെ പഠിക്കുന്നുണ്ട്, ഒരു ഓപ്പറേഷനാണ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇപ്പോൾ തൽക്കാലം ഇതേപോലെ മനസ്സിലാക്കുക. എച്ച് ക്യാപ് എന്ന് പറഞ്ഞാൽ ഒരു ഓപ്പറേറ്ററാണ്. ഇറ്റ് ഈസ് കോൾഡ് ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്ററാണ്. സൈ എന്ന് പറഞ്ഞാൽ വേവ് ഫങ്ഷനാണ്. ഇ എന്ന് പറഞ്ഞാൽ ആ ആറ്റത്തിലെ എല്ലാ ടോട്ടൽ എനർജിയാണ് നമ്മൾ ഇ എന്ന് പറയുന്നത്. ആ ആറ്റത്തിലുണ്ടാവുന്ന ഇലക്ട്രോണിന് ഫീൽ ചെയ്യുന്ന പൊട്ടൻഷ്യൽ എനർജി ആയിരിക്കും. അതുപോലെ അവിടെയുള്ള അട്രാക്റ്റീവ് ഇൻട്രാക്ഷനും റിപ്പൾസീവ് ഇൻട്രാക്ഷനും എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്യുന്ന ടോട്ടൽ എനർജിയാണ് ഇ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇക്വേഷനെ പറയുന്ന പേരാണ് ഷ്രോഡിംഗർ വേവ് ഇക്വേഷൻ. ഒരു പ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിച്ചതാണ് വാട്ട് ഈസ് ഷ്രോഡിംഗർ വേവ് ഇക്വേഷൻ. സോ ഇറ്റ് ഈസ് എച്ച് ക്യാപ് സൈ ഇസ് ഈക്വൽ ടു ഇ സൈ എന്ന ഇക്വേഷനാണ്. നോക്കൂ, നമ്മളിതിപ്പോൾ എന്താണ് ഈ ഇക്വേഷൻ പറയുന്നത് എന്ന് ചോദിച്ചാൽ നമുക്കിങ്ങനെ സിംപ്ലിഫൈ ചെയ്ത് നമുക്കിങ്ങനെ പറയാൻ പറ്റും. ഇപ്പം നോക്കൂ, നമ്മളൊരു കല്ലെറിയുന്നു. ആ കല്ലിൻ്റെ പാത്ത് ട്രജക്ടറി നിങ്ങൾക്കറിയാം, അതിൻ്റെ പാത്ത് നമ്മൾ പഠിക്കുന്നു. വളരെ എളുപ്പത്തിൽ നമുക്കത് ഈ കല്ല് ഇവിടുന്ന് ഇങ്ങോട്ട് അതിൻ്റെ ട്രജക്ടറി പാത്ത് ഇങ്ങനെ പാത്ത് ഫോളോഡ് ബൈ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ആ കല്ല് ഓരോ ടൈമിലും എവിടെയാണ് എന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ ഇത് പഠിച്ചാൽ മതി. അതിൻ്റെ പാത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലേ, കൃത്യമായി മെഷർ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതേപോലെ ഒരു ഇലക്ട്രോണ് എവിടെയാണ്, അതിൻ്റെ എനർജി എത്രയാണ്, അതിൻ്റെ എല്ലാ സ്വഭാവവും മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഫങ്ഷനാണ് സൈ എന്ന് പറയുന്നത്. വേവ് ഫങ്ഷനിൽ ഉപയോഗിക്കുന്ന സൈ എന്ന് പറയുന്നത് ആ ഇലക്ട്രോണിനെ പറ്റിയിട്ടുള്ള എല്ലാ ഇൻഫർമേഷനും നമുക്ക് അതിൽ നിന്ന് കിട്ടും എന്നുള്ളതാണ്. നമ്മൾ പറയാറുണ്ട് ഈ വേവ് ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രോണിൻ്റെ ബെർത്ത് ചാർട്ടാണെന്ന് പറയും. അതിനെപ്പറ്റി എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ഇലക്ട്രോൺ എവിടെയൊക്കെ എപ്പോഴൊക്കെ അതിൻ്റെ എനർജി എന്താണ്, എവിടെ കൂടുതലായി കാണാൻ പറ്റും എന്നുള്ള എല്ലാ ഇൻഫർമേഷനും കിട്ടുന്ന ഒന്നാണ് സൈ. അപ്പോൾ ക്ലാസിക്കൽ മെക്കാനിക്സിൽ ട്രജക്ടറിക്ക് എത്ര ഇമ്പോർട്ടൻസ് ഉണ്ടോ അതാണ് ക്വാണ്ടം മെക്കാനിക്സിൽ ഈ വേവ് ഫങ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നമ്മൾ പറയുന്നത് ആ ഇലക്ട്രോണിനൊരു പർട്ടിക്കുലർ കൃത്യമായ ഒരു പാത്ത് പറയാൻ പറ്റില്ല എന്നാണ് ഷ്രോഡിംഗർ പറയുന്നത്. അതിന് വേവിൻ്റെ കൂടി നേച്ചർ ഉള്ളത് കൊണ്ട് അതിങ്ങനെ സ്പ്രെഡ് ഔട്ടാണ്. ബോർ പറയുന്നത് എന്താണ്, ആ ഇലക്ട്രോണിനെ കൃത്യമായി ലൊക്കേറ്റ് ചെയ്യാം എന്ന പോയിന്റാണ് ബോർ നമ്മളോട് പറയുന്നത്. നിങ്ങൾക്കറിയാം ന്യൂക്ലിയസിന് ചുറ്റും ഹൈഡ്രജൻ്റെ ഒന്നാമത്തെ ഓർബിറ്റിൻ്റെ റേഡിയസ് 52.9 പൈക്കോമീറ്റർ ആണ്. അവിടെ കൃത്യമായി ഇലക്ട്രോണിനെ ഇങ്ങനെ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും എന്നാണ് ബോർ പറയുന്നത്. പക്ഷേ ക്വാണ്ടം മെക്കാനിക്സ് പറയുന്നു അങ്ങനെ ലൊക്കേറ്റ് ചെയ്യാം, ഇലക്ട്രോണിൻ്റെ പൊസിഷൻ ഫിക്സഡ് ആണ് എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ഇലക്ട്രോണിൻ്റെ വേവിൻ്റെ പ്രോപ്പർട്ടി കൂടി ഉള്ളത് കൊണ്ട് അത് സ്പ്രെഡ് ഔട്ടാണ്. ഒരിക്കലും നമുക്ക് കൃത്യമായ പൊസിഷൻ പറയാൻ പറ്റില്ല എന്നുള്ളതാണ് ക്വാണ്ടം മെക്കാനിക്സ് പറയുന്നത്. അപ്പം ഏകദേശം കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ സൈ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ഇലക്ട്രോണിൻ്റെ എല്ലാ പ്രോപ്പർട്ടിയും നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു ഫങ്ഷനാണ്. അതിന് നമ്മൾ പറയുന്നത് വേവ് ഫങ്ഷൻ എന്നാണ് പറയുന്നത്. അത്രയും കാര്യം മനസ്സിലായിട്ടുണ്ടായിരിക്കും. അപ്പോൾ നോക്കൂ, നമ്മൾ വേവ് ഫങ്ഷൻ സൈൻ്റെ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കി. അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ നോക്കൂ ഒന്നുകൂടിയും. നമ്മൾ പറയുന്നു ഇത് ഷ്രോഡിംഗർ ഇക്വേഷനാണ്.
നമ്മൾ ഇക്വേഷനെ സോൾവ് ചെയ്യുന്നു, ഒരു മാത്തമാറ്റിക്കൽ ഇക്വേഷനാണ്. ഈ ഇക്വേഷനെ നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് സൈക്കും ഇക്കും വാല്യൂസ് കിട്ടുന്നുണ്ട്. നോക്കൂ, ഇതിൽ സപ്പോസ് ψ1 എന്ന വാല്യൂ കിട്ടി, അപ്പോൾ എനർജി E1 ആണ് എന്ന് വിചാരിക്കും. എനർജി ലെവൽ E2ൽ അതിൻ്റെ വേവ് ഫങ്ഷൻ ψ2 ആണെന്ന് കിട്ടി. നമ്മൾ സോൾവ് ചെയ്തപ്പോൾ കിട്ടിയതാണ് ψ3 എന്ന് കിട്ടി. എങ്ങനെയാണ് സോൾവ് ചെയ്യുക ഒന്നും നിങ്ങൾ പഠിക്കണ്ട. ഈ ഇക്വേഷനെ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഡിഫറെൻറ്റ് വാല്യൂസ് കിട്ടും. ഈ വാല്യൂസിൽ എല്ലാ വാല്യൂവും നമുക്ക് ആറ്റത്തിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. സപ്പോസ് ഈ രണ്ട് വാല്യൂവും നമ്മൾ ആറ്റത്തിലേക്ക് അപ്ലൈ ചെയ്തപ്പോൾ ആ എനർജി ലെവലിൽ ഇലക്ട്രോണിനെ കാണാൻ ഉള്ള പോസിബിലിറ്റി വളരെ കൂടുതലുണ്ട്. ഈ വാല്യൂസ് അവിടെ സാറ്റിസ്ഫൈഡ് ആണ്. പക്ഷേ ഈ വാല്യൂവിൽ ഒരിക്കലും അങ്ങനെ ആ എനർജി ലെവലിൽ ഇലക്ട്രോൺ അൺസ്റ്റേബിൾ ആണ്, അല്ലെങ്കിൽ ഈ എനർജി ലെവൽ പോസിബിൾ ആവുന്നില്ല എന്ന് പറഞ്ഞാൽ ഈ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോഴുള്ള എല്ലാ വാല്യൂസും നമുക്ക് ആറ്റത്തിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് പറയുന്നത് എനർജി ഈസ് ക്വാണ്ടൈസ്ഡ് എന്ന വാക്ക് പറയുന്നത്. അപ്പോൾ കൃത്യമായ സർട്ടൺ സെലക്റ്റഡ് വാല്യൂസ് ഉണ്ട്. നമ്മൾ അങ്ങനെ പോസിബിൾ ആവുന്ന വാല്യൂസിനെയാണ് അറ്റോമിക് ഓർബിറ്റൽ എന്ന് പറയുന്നത്. നോക്കൂ, ദ സൊല്യൂഷൻ ഓഫ് ഷ്രോഡിംഗർ ഇക്വേഷൻ ഫോർ ഹൈഡ്രജൻ atom gives certain value for wave function which are associated with energy levels called orbital. അങ്ങനെയാണ് നമ്മൾ ഓർബിറ്റൽ എന്ന കൺസെപ്റ്റിലേക്ക് എത്തിയത്. ഇപ്പം നമ്മൾ ഈ കഴിഞ്ഞ ക്ലാസ്സിൽ ബോറിൻ്റെ ഓർബിറ്റ് എന്ന കൺസെപ്റ്റിൽ നിന്നും നമ്മൾ മാറി ഇപ്പോൾ ചിന്തിക്കുന്നു ഓർബിറ്റൽ എന്ന കൺസെപ്റ്റിലേക്ക് എങ്ങനെയാണ് എത്തിയത് എന്ന് നിങ്ങൾ ചിന്തിക്കണം. നമ്മൾ എങ്ങനെ എത്തിയത്? ബോറിൻ്റെ ആറ്റം മോഡലിനോട് കൂടി ഡി ബ്രോഗ്ലീസ് കൺസെപ്റ്റും ഹെയ്സൻബർഗ്സ് അൺസർട്ടനിറ്റി കൺസെപ്റ്റും ആഡ് ചെയ്തപ്പോൾ ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ ഓഫ് ആറ്റം ഉണ്ടായി. ഈ ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഷ്രോഡിംഗർ ആണ്. അദ്ദേഹത്തിൻ്റെ ഇക്വേഷൻ H⁻ψ എന്നുള്ളതാണ്. ഈ ഇക്വേഷൻ നമ്മൾ പ്രൂവ് ചെയ്തപ്പോൾ ഇക്കും സൈക്കും നമുക്ക് വാല്യൂസ് കിട്ടി. അതിൽ എല്ലാ വാല്യൂസും അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല. അതിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന വാല്യൂസിനെയാണ് നമ്മൾ ആറ്റോമിക് ഓർബിറ്റൽ എന്ന് പറയുന്നത്. ക്ലിയർ ആയിട്ടുണ്ടായിരിക്കും. അതുതന്നെയാണ് നമ്മൾ വേറൊരു വേർഷൻ പറയുന്നത് ദ എനർജി ഓഫ് ഇലക്ട്രോൺ ഈസ് ക്വാണ്ടൈസ്ഡ്. എല്ലാ വാല്യൂസും പറ്റുന്നില്ല, ഡെഫിനിറ്റ് ആയിട്ടുള്ള സ്പെസിഫിക് ആയിട്ട് വാല്യൂസ് മാത്രമേ പറ്റുന്നുള്ളൂ എന്നുള്ള പോയിന്റാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. ഇത് നോക്കൂ, വേവ് ഫങ്ഷൻ psi is a mathematical function whose value depends upon coordinate of the electron in an atom and does not carry any physical meaning. ശരിക്കും ഈ ഇക്വേഷൻ കുറച്ചും കൂടി വലിയൊരു ഇക്വേഷൻ നിങ്ങൾ ഹയർ ക്ലാസ്സിൽ പഠിക്കും. അതിൽ psi എന്ന് പറഞ്ഞാൽ അത് നമ്മളിപ്പോൾ പറയുന്നത് ഈ ഒരു ആറ്റത്തിലെ ഇലക്ട്രോൺ 3 ഡയമെൻഷനിലാണ് നമ്മൾ അതിനെ പറയാം. അപ്പോൾ 3x,y,z ആക്സിസിലാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അതാണ് കോർഡിനേറ്റ് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നു. ആൻഡ് ഡസ് നോ, അതിന് പ്രത്യേകിച്ച് ഫിസിക്കൽ മീനിങ് ഒന്നും ഇല്ല psi എന്ന് പറഞ്ഞാൽ. ഇനി നോക്കൂ, നെക്സ്റ്റ് വൺ, ഷ്രോഡിംഗർ ഇക്വേഷൻ ഡസ് നോട്ട് ടോക്ക് അബൌട്ട് പ്രസൻസ് ഓഫ് ഇലക്ട്രോൺ ഇൻ എ സ്പെസിഫൈഡ് ഓർബിറ്റ്. ഇറ്റ് ജസ്റ്റ് ടോക്ക് അബൌട്ട് പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ദ ഇലക്ട്രോൺ എവിടെയാണ് കൂടുതലായിട്ടും കാണാൻ പറ്റുക എന്നതാണ് ഷ്രോഡിംഗർ ഇക്വേഷൻ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി അടുത്ത പോയിന്റ്, ദ പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ഇലക്ട്രോൺ at a point within an atom is proportional to the square of wave function at that point എന്ന് പറയുന്നുണ്ട്. And that point is called നമ്മൾ പ്രോബബിലിറ്റി ഡെൻസിറ്റി എന്നാണ് പറയുന്നത്. നോക്കൂ, നമ്മൾ ഇലക്ട്രോണിനെ അപ്പോൾ ഈ ഷ്രോഡിംഗർ വേവ് ഇക്വേഷൻ പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇലക്ട്രോൺ എവിടെയാണ് കൂടുതലായും കാണപ്പെടുന്ന പ്രോബബിലിറ്റി കൂടിയ ഏരിയ എവിടെയാണ് എന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റും. അതാണ് നമ്മളിപ്പോൾ psi എന്ന വാക്കുകൊണ്ട് നമ്മൾ ഒരു വേവ് ഫങ്ഷനെ പറ്റി ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കണം.
എന്ന് പറഞ്ഞാൽ സൈ എന്ന വേവ് ഫങ്ഷൻ സൈ എന്ന് പറഞ്ഞാൽ ആ ഇലക്ട്രോണിൻ്റെ എല്ലാ ഇറ്റ് ഗീവ് ഡൈനാമിക് ഇൻഫർമേഷൻ എബൌട്ട് ആൻ ഇലക്ട്രോൺ. ഇലക്ട്രോണിൻ്റെ അല്ലെങ്കിൽ ഓർബിറ്റലിനെ പറ്റി എല്ലാ ഇൻഫർമേഷനും നമുക്ക് സൈ കൊണ്ട് കിട്ടുന്നുണ്ട്. ആ ഓർബിറ്റിൽ എവിടെയാണ്, അതിൻ്റെ സ്പെസിഫൈഡ് വാല്യൂ എന്തൊക്കെയാണ്, അതിൻ്റെ എനർജി എത്രയാണ് എന്നൊക്കെ ഉള്ളത് കൃത്യമായി മനസ്സിലാക്കാൻ ഈ സൈക്ക് വേവ് ഫങ്ഷൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നെക്സ്റ്റ് വൺ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ ഓഫ് ആറ്റം. നമ്മൾ ഈ ക്വാണ്ടം മെക്കാനിക്കൽ മോഡലിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്, നമ്പർ ഇട്ട് എഴുതുന്നത് മാത്രം. നമ്പർ 1, എനർജി ഓഫ് ഇലക്ട്രോൺ ഈസ് ക്വാണ്ടൈസ്ഡ്. മനസ്സിലായിട്ടുണ്ടായിരിക്കും, എല്ലാ എനർജി ലെവലും നമുക്ക് പോസിബിൾ അല്ല എന്നോട് പറയുന്നു. അതാണ് എനർജി ഓഫ് ഇലക്ട്രോൺ ഈസ് ക്വാണ്ടൈസ്ഡ്. നമ്പർ 2, these quantized values are obtained from solution of Schrödinger wave equation. നമുക്ക് എങ്ങനെയാണ് ഈ ക്വാണ്ടൈസ്ഡ് വാല്യൂ കിട്ടിയത് ചോദിച്ചാൽ നമ്മൾ എവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണം? ഷ്രോഡിംഗർ വേവ് ഇക്വേഷൻ പ്രൂവ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇങ്ങനെ ക്വാണ്ടൈസ്ഡ് എനർജി വാല്യൂസ് കിട്ടിയത്. അടുത്ത പോയിന്റ്, തേർഡ് പോയിന്റ് നോക്കൂ. ദ ഇലക്ട്രോൺസ് ആർ only present in quantized level which are a direct result of wave-like property of electron and a permissible solution of Schrödinger wave equation. നമുക്ക് പറഞ്ഞ കാര്യം തന്നെയാണ്, ഇലക്ട്രോൺസ് ക്വാണ്ടൈസ് എനർജി ലെവലിലാണ് പ്രസൻ്റ് ആയിരിക്കുന്നത്. അതിനൊരു വേവിൻ്റെ ക്യാരക്ടർ ഉണ്ട്, പാർട്ടിക്കിൾ ക്യാരക്ടറിനൊപ്പം തന്നെ വേവിൻ്റെ ക്യാരക്ടർ ഉണ്ട് എന്നുള്ള കാര്യവും ക്വാണ്ടം മെക്കാനിക്സിൻ്റെ പ്രധാനപ്പെട്ട പോയിൻ്റാണ്. അടുത്ത് നോക്കൂ, ഇറ്റ് റീപ്ലേസസ് കൺസെപ്റ്റ് ഓഫ് ഫിക്സ്ഡ് സർക്കുലർ ഓർബിറ്റ് ബൈ പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ദ ഇലക്ട്രോൺ. നോക്കൂ, ബോറിൻ്റെ കൃത്യമായ സർക്കുലർ ഓർബിറ്റ് എന്ന കൺസെപ്റ്റ് മാറ്റിയിട്ട് നമ്മൾ പറയുന്നു ഇലക്ട്രോണിനെ കാണാൻ ചാൻസ് ഉള്ള മേഖലകളുണ്ട്, ഇലക്ട്രോണിനെ കാണാൻ പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ഇലക്ട്രോൺ. നോക്കൂ, ആ ഫിക്സ്ഡ് എന്നുള്ള വാക്കിന് പകരം ക്വാണ്ടം മെക്കാനിക്സുകാർ ഉപയോഗിക്കുന്ന വാക്കാണ് പ്രോബബിലിറ്റി. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. എന്താ വ്യത്യാസം? നമുക്ക് കൃത്യമായി പറയാൻ പറ്റണം, ഇന്ന സാധനം ഇന്ന എടുത്തിട്ടുണ്ടെന്ന് പറയാൻ കൃത്യമായി പറയുന്നതും അത് അവിടെ എവിടെയെങ്കിലും കാണുമെന്ന് പറയുന്നതും വ്യത്യാസമുണ്ട്. രണ്ട് നല്ല വ്യത്യാസമില്ലേ? ഇപ്പോൾ ഒരു പെന്ന് കാണാനില്ല, ആ പെന്ന് നിങ്ങളെ ബോക്സിലുണ്ട് എന്ന് കൃത്യമായി പറയാൻ പറ്റുന്നൊരവസരം ഉണ്ടായിരിക്കും. പക്ഷെ നിങ്ങളെ പെന്ന് എവിടെ ചോദിച്ചാൽ അത് അവിടെ എവിടെയെങ്കിലും കാണും എന്ന് പറയുന്നതും രണ്ടും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. കൃത്യമായി കാണാൻ പറ്റും എന്ന് പറയുന്നത് ബോർ മോഡൽ ഓഫ് ആട്ടത്തിലാണ്. പക്ഷെ അവിടെ എവിടെയെങ്കിലും കാണാനുള്ള ചാൻസ് കൂടുതലുണ്ട് എന്ന് പറയുന്നത് ഏത് മോഡലിലാണ് പറയുക? അങ്ങനെ ഏത് മോഡലാണ് പറയുക? ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ. അതാണ് നമ്മൾ ഏറ്റവും മനസ്സിലാക്കേണ്ട വ്യത്യാസം. ഇനി അടുത്തത്, വേവ് ഫംഗ്ഷൻ ഹാസ് നോ ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് ബട്ട് ദ സ്ക്വയർ ഓഫ് വേവ് ഫംഗ്ഷൻ നോൺ ആസ് probability density which give probability of finding electron at a point within the atom. This maximum probability region is called atomic orbital എന്നാണ് പറയുന്നത്. It is known as atomic orbital. നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് സൈ സ്ക്വയർ എന്നാണ്. This is called probability density. ഇതിൻ്റെ മോഡാണ് എടുക്കുന്നത് സൈ സ്ക്വയർ പ്രോബബിലിറ്റി ഡെൻസിറ്റി എന്നാണ് പറയാം. എന്താ ഈ പ്രോബബിലിറ്റി ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ? ഇപ്പോൾ നോക്കൂ, നിങ്ങളൊരു 3 ഡയമെൻഷണൽ ഇത് ആലോചിക്കൂ. ആ 3 ഡയമെൻഷൻ സ്പേസിൽ ഇലക്ട്രോണിനെ കാണാൻ ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ ഒരു പോയിന്റ് എടുത്തു, ഒരു യൂണിറ്റ് സ്പേസ് എടുത്തു. ആ യൂണിറ്റ് സ്പേസിൽ ഇലക്ട്രോണുകളെ കാണാൻ ചാൻസ് കൂടിയ ഏരിയയെ പറയുന്ന പേരാണ് പ്രോബബിലിറ്റി ഡെൻസിറ്റി എന്ന് പറയുന്നത്. ഇറ്റ്സ് എ സ്പേസ് അറൗണ്ട് എ പോയിന്റ് വേർ ദർ ഇസ് മാക്സിമം പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ഇലക്ട്രോൺ. അപ്പോൾ ഒരു ആറ്റത്തിൽ ന്യൂക്ലിയസിന് ചുറ്റും ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ ഇലക്ട്രോണുകളെ കാണാനുള്ള പ്രോബബിലിറ്റി ആണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രോബബിലിറ്റി ഡെൻസിറ്റി എന്ന് പറയുന്നത്. കൃത്യമായി മനസ്സിലായിട്ടുണ്ടായിരിക്കും. ആ സ്പേസിൽ ഇലക്ട്രോണിനെ കാണാൻ എത്ര ചാൻസ് ഉണ്ട് അത് പഠിക്കുന്നതാണ് പ്രോബബിലിറ്റി ഡെൻസിറ്റി എന്ന് പറയുന്നത്. കൃത്യമായിട്ട് ഓർമ്മിക്കുക. സോ ഇത്രയാണ് നമ്മളുടെ ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ ഇത്രയും പോയിന്റ്സ് വരണം.
ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ ഇത് ക്ലിയർലി മാത്തമാറ്റിക്സ് ബേസ്ഡ് ആണ്. അപ്പോൾ എങ്ങനെ ഇത്രയും മീനിങ് നിങ്ങൾ മനസ്സിലാക്കിയിരുന്നാൽ മതി. ഇത് മനസ്സിലാക്കുക, ബോറിൻ്റെ ഫിക്സ്ഡ് ഓർബിറ്റ് എന്ന കൺസെപ്റ്റ് ഓർബിറ്റൽ എന്ന കൺസെപ്റ്റായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ ഓർബിറ്റൽ ആയത് എങ്ങനെയാണ് എന്നാണ് നമ്മൾ പറഞ്ഞത്. ക്ലിയർ ആയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഓർബിറ്റിൻ്റെ കൂടെ AL എന്ന 2 അക്ഷരം ചേർത്താൽ ഓർബിറ്റലായി. പക്ഷേ അത് ഭയങ്കര വ്യത്യാസമുണ്ട്. ഓർബിറ്റ് പറഞ്ഞാൽ ഫിക്സഡ് എനർജി പാത്താണ്. പക്ഷെ ഓർബിറ്റൽ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിനെ കാണാൻ സാധ്യത കൂടിയ മേഖലയാണ് എന്ന കാര്യമാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത്. ക്ലിയർ ആയിട്ടുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ നോക്കൂ, നമ്മൾ ആദ്യം കണ്ട ഫിഗറിൽ ഇലക്ട്രോണിനെ കൃത്യമായി കാണാൻ പറ്റുന്ന മേഖല അങ്ങനെ കൃത്യമായിട്ടല്ല നമ്മൾ വരച്ചത്. ഇലക്ട്രോണിനെ കാണാൻ പ്രോബബിലിറ്റി ഉള്ള ഏരിയ ആയിട്ടാണ് അവിടെ കാണുന്നത്. അതാണ് ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ ഓഫ് ആറ്റം എന്ന് പറയുന്നത്. അപ്പോൾ നോക്കൂ, നമ്മൾ ഇതുവരെ നമ്മൾ ആറ്റം മോഡലിൽ നമ്മൾ ആദ്യത്തെ ക്ലാസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, ആറ്റം മോഡൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഡാൾട്ടൺ ആറ്റം മോഡലാണ്. അതിൽ നിന്ന് നമ്മൾ ഇന്ന് ആറ്റത്തിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് മോഡലായ ക്വാണ്ടം മെക്കാനിക്കൽ മോഡലിലേക്ക് എത്തി. നിങ്ങളൊന്ന് ഓർമ്മിച്ച് നോക്കൂ, ഡാൾട്ടൺ മോഡൽ ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ ആവാൻ വേണ്ടി നമ്മൾ കുറേ ശാസ്ത്രജ്ഞന്മാരെ കണ്ടു, അവരുടെ കുറേ പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്തു അല്ലേ, എന്നിട്ടല്ലേ നമ്മൾ ക്വാണ്ടം മെക്കാനിക്കൽ മോഡലിലേക്ക് എത്തിയത്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഫസ്റ്റ് ആറ്റം മോഡൽ ഡാൾട്ടൺസ് ആറ്റോമിക് മോഡൽ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. ഡാൾട്ടൺ ആറ്റോമിക് മോഡൽ 1808 ഇൻട്രൊഡ്യൂസ് ചെയ്തത്. നിങ്ങൾക്കറിയാം എന്താ ഡാൾട്ടൺസ് ആറ്റോമിക് മോഡൽ. അതിനുശേഷം പ്ലം പുഡിംഗ് മോഡൽ വന്നു. ആരാണ് പ്ലം പുഡിംഗ് മോഡൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത്? J.J. തോംസൺ ആണ്. 1904 അത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. പിന്നെയും സയൻസ് വേൾഡ് സയൻറ്റിഫിക് വേൾഡ് വലുതായി ഡെവലപ്മെൻറ്റ് കൂടിക്കൊണ്ടിരുന്നു. അതിനുശേഷമാണ് റൂദർഫോർഡ്സ് ന്യൂക്ലിയർ മോഡൽ ഓഫ് ആറ്റം 1911 റൂദർഫോർഡ് തൻ്റെ ന്യൂക്ലിയർ മോഡൽ ഓഫ് ആറ്റം ഇൻട്രൊഡ്യൂസ് ചെയ്ത്. അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കൺസെപ്റ്റ് വന്നു. അദ്ദേഹത്തിൻ്റെ ഏറ്റവും നല്ല കോൺട്രിബ്യൂഷനാണ് ആറ്റത്തിൻ്റെ സെൻറ്ററിൽ പോസിറ്റീവ് ചാർജ് കാണുന്നു. നമ്മളതിനെ ന്യൂക്ലിയസ് എന്നാണ് പറയുന്നത്. നമ്മൾ മനസ്സിലാക്കി. അതാണ് ന്യൂക്ലിയർ മോഡൽ ഓഫ് ആറ്റം 1911 നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതിനുശേഷമാണ് ബോറിൻ്റെ ഫേമസ് ആറ്റം മോഡൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അദ്ദേഹം ഹൈഡ്രജൻ ആറ്റത്തിലാണ് പഠിച്ചത്. 1913 ബോർ ആറ്റം മോഡൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അന്ന് നോക്കൂ, 1913 ഏറ്റവും അക്സെപ്റ്റബിൾ ആയിട്ടുള്ളൊരു മോഡലായിരുന്നു ബോർ ആറ്റം മോഡൽ. ആറ്റത്തിൻ്റെ ഒരു പരിധിവരെ പല ക്യാരക്ടേഴ്സും പ്രോപ്പർട്ടിയും എക്സ്പ്ലെയിൻ ചെയ്യാൻ ബോറിൻ്റെ ആറ്റം മോഡലിന് പറ്റി. അദ്ദേഹം റൂദർഫോർഡിൻ്റെ ന്യൂക്ലിയസ് എന്ന കൺസെപ്റ്റ് അതേപോലെ ആറ്റത്തിലേക്ക് വെച്ച് ആ ഇലക്ട്രോണിന് കൃത്യമായ സഞ്ചാരപാത ഉണ്ട് എന്നാണ്, ഡെഫിനറ്റ് പാത്ത് ഉണ്ട് എന്നാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ. അദ്ദേഹം അതിനെ ഓർബിറ്റ് എന്ന് വിളിച്ചു. ഒന്നാമത്തെ ഓർബിറ്റ് ഉണ്ട്, രണ്ടാമത്തതുണ്ട്, മൂന്നാമത്തതുണ്ട്, നാലാമത്തതുണ്ട്. അങ്ങനെ കൃത്യമായ 1, 2, 3, 4 ലെവൽ ഉണ്ട്, എനർജി ലെവൽസ് ഉണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. അല്ലെ, നമ്മൾ പഠിച്ചു. അങ്ങനെ ഇലക്ട്രോണിൻ്റെ എനർജി കാൽക്കുലേറ്റ് ചെയ്യാനും ബോർ നമുക്ക് ഇക്വേഷൻസ് കണ്ടെത്തി. പക്ഷേ ബോറിൻ്റെ ആറ്റം മോഡലിനും ലിമിറ്റേഷൻസ് ഉണ്ട് നമ്മൾ പറഞ്ഞു. അതിനുശേഷമാണ് 1926 എർവിൻ ഷ്രോഡിംഗറും ഹെയ്സൻബർഗും ഇൻട്രൊഡ്യൂസ് ചെയ്ത മോഡൽ ഓഫ് ആറ്റമാണ് ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ. നമ്മൾ ഇന്നും ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന മോഡലാണ് ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ ഓഫ് ആറ്റം. നിങ്ങൾ ആ ഫിഗർ വ്യത്യാസം നോക്കണം. ഡാൾട്ടൺ ആറ്റം മോഡലിൽ നിന്ന് ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ ആയപ്പോൾ ആറ്റത്തിൻ്റെ സ്ട്രക്ചറിൽ വന്ന മാറ്റം കൃത്യമായി ഒബ്സർവ് ചെയ്യൂ. ബോറിൻ്റെ ആറ്റം മോഡലിൽ കൃത്യമായ റേഡിയസ് ഉള്ള റൗണ്ട് നമ്മൾ വരച്ചിട്ടുണ്ട്. പക്ഷേ ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ നമ്മൾ അങ്ങനെ റൗണ്ട് ആയിട്ടല്ല വരച്ചത്. ഇങ്ങനെ ഇലക്ട്രോണിനെ ഡോട്ടുകളായിട്ട് ക്ലൗഡ് മോഡലിലാണ് വരച്ചത്. ഇലക്ട്രോണിന് ഇവിടെ എവിടെയെങ്കിലും കാണാനുള്ള പോസിബിലിറ്റി ഉണ്ട് എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പം മോഡൽ കൃത്യമായിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ ഓരോ മോഡൽ എങ്ങനെയാണ് അടുത്ത മോഡൽ ആയത് എന്ന് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഏതൊക്കെ പോയിൻ്റാണ് ആഡ് ചെയ്തത് എന്ന് കൃത്യമായിട്ട് ഓർമ്മിക്കുക. അപ്പം നമ്മൾ ഇന്ന് പഠിച്ചത് ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ ഓഫ് ആറ്റമാണ്. ക്ലിയർ ആയിട്ടുണ്ടായിരിക്കും. ഇനി നമ്മൾ നോക്കൂ, ഈ ഫിഗർ ഇത് വെറുതെ ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ ഒന്നുകൂടി കൃത്യമായിട്ട് ഓർമ്മിക്കാൻ വേണ്ടി മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ 2 ഫാനിൻ്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്.
ഇവിടെ ഒരു ഫാന് ഫിക്സഡ്, അത് തിരിയുന്നതിന് മുന്നത്തെ ഫോട്ടോ ആണ്, അത് തിരിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴുള്ള ഫോട്ടോ ആണ്. അപ്പോൾ ഒരു ഫാൻ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ പൊസിഷൻ കൃത്യമായി പറയാൻ പറ്റില്ലല്ലോ. എവിടെയാണ് ആ ഫാനിൻ്റെ ഇതുള്ള ചിറകുകളുള്ളത് എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പോൾ ഇത് നമുക്ക് എന്തുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റും? ഈ ഫാന് ഇങ്ങനെ തിരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എവിടെയാണ് പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് നമുക്ക് പറയാൻ പറ്റില്ല, കൃത്യമായ പൊസിഷൻ പറയാൻ പറ്റില്ല. ഇതാണ് ക്വാണ്ടം മെക്കാനിക്കൽ മോഡലിനെ പറ്റി. അതേപോലെ തന്നെ നമ്മൾ പറയുന്നത് കൃത്യമായ പൊസിഷൻ അവിടെ കാണാൻ പറ്റുന്നില്ല. നോക്കൂ, ഇവിടെ ക്വാണ്ടം മെക്കാനിക്കൽ മോഡലിൽ നിന്നാണ് ഇങ്ങനെയുള്ള ഈ 2p ഓർബിറ്റൽ ഇവിടങ്ങളിലായിട്ടാണ് ഇലക്ട്രോണിനെ കാണാൻ പോസിബിലിറ്റി ഉള്ള ഏരിയ നമ്മൾ കൃത്യമായി കണ്ടെത്തിയത്. അപ്പോൾ 2p ഓർബിറ്റിൽ 2s ഓർബിറ്റിൽ നിന്നൊക്കെ നമ്മൾ ഡിനോട്ട് ചെയ്തിട്ടുണ്ട്. അവിടെയൊക്കെ ഇലക്ട്രോണിനെ കാണാൻ പോസിബിലിറ്റി ഉള്ള ഏരിയകളുണ്ട്. അതേപോലെ തന്നെയാണ് 2s നമ്മൾ ഇലക്ട്രോൺ ക്ലൗഡ് അവിടെ റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ ഇങ്ങനെയാണ് ക്വാണ്ടം മെക്കാനിക്കൽ മോഡലിൽ ഓർബിറ്റൽ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അവിടെ നോക്കൂ, ഇലക്ട്രോണിൻ്റെ വേവ് മോഷൻ കാണിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ ഇങ്ങനെ വേവ് ആയിട്ട് മൂവ് ചെയ്യുന്നത് കൊണ്ടാണ് അവരുടെ ഫിക്സഡ് ആയ പൊസിഷൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തത്. അതിങ്ങനെ സ്പ്രെഡ് ഔട്ട് ചെയ്തിരിക്കുകയാണ് എന്നാണ് മനസ്സിലാവുന്നത്. ഇത്രയും കാണിക്കാൻ കാരണം നമ്മുടെ ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണ്. ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്കത് കൃത്യമായി മനസ്സിലായിട്ടുണ്ടാവും എന്നുള്ളത്. ഓക്കെ, നെക്സ്റ്റ് നോക്കൂ, നമ്മൾ എല്ലാ മോഡൽ ഓഫ് ആറ്റം എഴുതിയിട്ടുണ്ട്. പ്ലം പുഡിംഗ് മോഡൽ തൊട്ടിട്ട് അതിൻ്റെ സക്സസ് എന്തൊക്കെയാണ്, ഫെയിലിയേഴ്സ് എന്തൊക്കെയാണ്, അതിൽ തോംസൺ മോഡൽ, റൂദർഫോർഡ് പ്ലാനറ്ററി മോഡൽ, ബോറിൻ്റെ ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ, ഷ്രോഡിംഗർ മോഡൽ, എന്തൊക്കെയാണ് മെറിറ്റ്, ലിമിറ്റേഷൻ എന്തൊക്കെയാണെന്ന് എഴുതിയിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക, നോട്ടിലേക്ക് എഴുതാം. ഓക്കെ, അപ്പോൾ ഇതിന് ഈ ഭാഗത്ത് നിങ്ങളുടെ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ, ബോറിൻ്റെ മെറിറ്റ് എന്താണ്, ലിമിറ്റേഷൻ എന്താണ്, റൂദർഫോർഡിൻ്റെ മെറിറ്റ് എന്താണ്, ലിമിറ്റേഷൻസ് എന്താണ്, ആ രണ്ട് ഇതിലെ പല ചോദ്യങ്ങൾ എല്ലാ പരീക്ഷയ്ക്കും ചോദിക്കാറുണ്ട്. പിന്നെ ബോറിൻ്റെ മെയിൻ പോസ്റ്റ്ലേറ്റ് പറഞ്ഞാൽ മെയിൻ പോയിന്റ്സ് ആണ്. ബോർ ആറ്റം മോഡലിൻ്റെ മെയിൻ പോയിന്റ്സ് എന്തൊക്കെയാണ് എന്നും ചോദിക്കാറുണ്ട്. മെറിറ്റുകൾ ചോദിക്കുന്നു, കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഡി ബ്രോഗ്ലീസ് കൺസെപ്റ്റ് എന്താണ് എന്നും ഹെയ്സൻബർഗ് പ്രിൻസിപ്പിളൊക്കെ എപ്പോഴും പരീക്ഷ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടായിരിക്കും. താങ്ക് യു.